നമസ്കാരം യജമാൻ. എന്റെ സ്വർണ്ണ ശില്പത്തെ എങ്ങോട്ടാടാ കൊണ്ടുപോകുന്നേ? നിനക്ക് 10 ഏക്കർ നിലം തന്നിട്ടില്ലേ? പോയി കൃഷിയും കാര്യം നോക്കിക്കൂടെ? എനിക്ക് ശാന്തി മുഹൂർത്താണെന്ന് പറഞ്ഞില്ലേ? ഞാൻ ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞത് രുദ്രാംഗിക്ക് മാത്രമാ. നിന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ ഞാൻ. യജമാനെ, എന്തിനാടാ നിനക്ക് ഇത്ര അധികം ദേഷ്യം? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? എനിക്കും രുദ്രാംഗിക്കും തക്കധിമി തക്കജുന്നു തക്കധിമി തക്കജുന്നു തലാങ്ക് തക്കട 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 ധോ. ഇതിനു വേണ്ടിയാണ്. സൂക്ഷിച്ച്. ഈ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ തല വെട്ടി കൈ കൊടുത്തേനെ. നിനക്ക് ചോറ് തന്ന് വളർത്തിയതാ ഞാൻ. കൃഷി ചെയ്യാനാണെങ്കിൽ നിലവും തന്നു. നിന്റെ നാട്ടുകാർക്ക് എന്റെ നദിയിലെ വെള്ളവും തന്നു. അത്രയും ചെയ്ത ഞാൻ ഒരു പ്രാവശ്യം നിന്റെ ഭാര്യയെ എനിക്ക് വേണ്ടി തരില്ലടാ. വേണ്ട യജമാനെ. എന്താടാ ശബ്ദമുയർത്തി സംസാരിക്കുന്ന നായ? എന്താ യജമാനെ, എന്താ ഇങ്ങനെ പെരുമാറുന്നേ? അത് അവന്റെ ഭാര്യയാണെന്ന് അങ്ങേക്ക് അറിഞ്ഞൂടെ? അവൻ ഒരു ആനയാണെങ്കിൽ ആനയെ ചട്ടം പഠിപ്പിച്ച പാപ്പാനാടാ ഞാൻ. എന്റെ മുത്തച്ഛൻ എപ്പോഴും പറയാറുണ്ട്, പാമ്പിന് പല്ലില് വിഷമുണ്ടാകും, പക്ഷെ യജമാനന് ദേഹം മുഴുവനും വിഷമായിരിക്കുമെന്ന്. സംസ്കാരമില്ലാത്ത മാനം കെട്ട ജന്മമാണ് നിങ്ങൾ. നിങ്ങളുടെ ഭാര്യ എന്നെ അനുജനെ പോലെ കാണുന്നു. അപ്പൊ എന്റെ ഭാര്യ തനിക്കെന്താണ്? തന്റെ അനിയത്തെ പോലെയല്ലേ? ഒരു നായെ പിടിച്ച് മുത്തം കൊടുത്താൽ അത് മനുഷ്യനാവോടാ? കിളി കൊത്തിയ പഴത്തിനാടാ രുചി കൂടുന്നത്. ഇവിടെ ഞാൻ തൊട്ടാൽ മാത്രമേ അവക്കൊരു അർത്ഥമുണ്ടാവൂ. മൈ ഡിയർ അടിമകളെ, ധീര 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 വേഗമോടെ വാടാ. അവൻ ഒറ്റയ്ക്കല്ലേ, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആക്രമിക്കവന്. വേണ്ട, അവരെ ഒന്നും ചെയ്യരുത്. അവരെ വെറുതെ വിട്ടേക്കൂ. ഞാൻ കൊതിച്ച എന്റെ സ്വർണ്ണ ശില്പമേ, അവളുടെ ദേഹത്ത് നിന്ന് കൈയെടുക്ക്. ഞാൻ പറഞ്ഞത് സമ്മതിച്ചിരുന്നെങ്കിൽ 100 വർഷം നിനക്ക് ജീവിക്കാമായിരുന്നു. പക്ഷെ നീ ഇപ്പൊ ഇവിടെ ഒരു നിമിഷത്തിനാവും മരിക്കും. എന്താടാ ഭീംറാവ്, അവനെ കൊല്ലാൻ മാത്രം ധൈര്യമുണ്ടോ നിനക്ക്? ആ കത്തി താഴെ ഇട്. താഴെ ഇട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ വെടിവെച്ച് കൊല്ലും, മനസ്സിലായോ? എന്താടി ചെയ്യുന്നേ? കൊണ്ട് കളിക്കുകയാണോ നീ? നീ കാഞ്ചി വലിച്ചാ ഞാൻ ചാകും. നീ എന്റെ ഭാര്യയാണോ അവന്റെ ഭാര്യയാണോ? മല്ലേഷ് പോ. ഇനി ഇവിടെ നടക്കാൻ പോണ കഥ ഞാൻ നോയിക്കോളാം. നീ പോയിക്കോ. ഡാ, അവനെ പോവാൻ അനുവദിക്ക്.
ധീര വീരുടെണീറ്റു വാടാ. എടി ദ്രോഹി, കെട്ടിയ ഭർത്താവിനെ മാനിക്കാതെ എന്റെ കാൽ നക്കുന്ന നായ്ക്കൾക്ക് വേണ്ടി വാദിക്കാൻ വരുന്നോ? ഥു, വൃത്തികെട്ടവള്. മിണ്ടാതിരിക്കടാ. ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ. കൈ കിട്ടുന്നതൊക്കെ കൊണ്ടുപോയാലേ അതിന്റെ പേര് മോഷണം എന്നാണ്. അവളായിട്ട് നിന്നെ അന്വേഷിച്ചു വന്നാൽ യജമാനൻ എന്ന് പറയും. എന്റെ ഭർത്താവ് ഒരു യജമാനനാ. മല്ലേഷിനെ ഈ കൊട്ടാരത്തിൽ വെച്ച് കൊന്നാൽ നീ ഒരു ദ്രോഹിയാവും. എന്നാൽ പുറത്തു വെച്ച് കൊന്നാൽ വേട്ടയാടി കൊന്നു പറയും. അന്ന് നീയല്ലേ എന്റെ അടുത്ത് പറഞ്ഞ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന്റെ വായിൽ മാൻ വന്ന് കിടന്നാൽ സിംഹത്തിന് പിന്നെ എന്താ വിലയെന്ന്? സിംഹം വേട്ടയാടണം, മാൻ ഓടി ഒളിക്കണം. അങ്ങനെ വേണം നിന്നെ എതിർത്ത മല്ലേഷിന്റെ കഥ അവസാനിക്കേണ്ടത്. നീ ആഗ്രഹിച്ച രുദ്രാംഗി നിനക്ക് സ്വന്തമാകണം. മഹാറാണിമാരിങ്ങനെയാ വേണ്ടത്. നിന്നെ പോലൊരു മഹാറാണിയെ കിട്ടിയാ ഞാൻ ഭാഗ്യവാനാണ്. എന്താ കണക്കപ്പിള്ളേ, നന്നായി കേട്ടില്ലേ? യജമാനു പറ്റിയ യജമാനി അമ്മ. ജോഡി പൊരുത്തം ഇങ്ങനെ ആയിരിക്കണം. കേട്ടോണ്ടിരിക്ക. കേട്ടതുകൊണ്ടാ എന്റെ ദേഹമൊക്കെ ഇങ്ങനെ പുളകം കൊണ്ടിരിക്കുന്നത്. നീ വേട്ടയാടണം. ചിലർ മുന്നിൽ നിന്ന് വേട്ടയാടും, ചിലർ മുതുകിന് പിന്നിൽ നിന്ന് വേട്ടയാടും. ഞാൻ ഇര നൽകി വേട്ടയാടും. ഭീമരാവ് ദേശ്മുഖാണ് ഞാൻ. മുത്തേ, ചെറുപ്രായത്തിൽ മുത്തശ്ശൻ നമ്മളെ കല്യാണം കഴിപ്പിച്ചു. ആ യജമാൻ കാല് ചുറ്റിയ പാമ്പിനെ പോലെ എന്തെങ്കിലും ഒരു ദിവസം എന്നെ കൊന്നുകളയും. അപ്പൊ നീ ഞാനില്ലാതെ ഒറ്റയ്ക്കാകും. അതുകൊണ്ട് ഞാനിപ്പോ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഞാൻ പട്ടണത്തിലേക്ക് പോയി നല്ല പഠിപ്പറിവുള്ള ചെക്കനായിട്ട് നോക്കി നിന്നെ കല്യാണം കഴിപ്പിച്ചു തരാം. നിന്നെ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്ക് സമാധാനം ഉണ്ടാവും. ഏട്ടാ, ഇത്രയും കാലം ഞാൻ ജീവിച്ചത് നിങ്ങൾ വരുന്നുള്ള പ്രതീക്ഷയില. എന്റെ ഈ കൈ മറ്റൊരുത്തൻ പിടിച്ച അത് ഞാനായിരിക്കില്ല, എന്റെ ശവം. ഇനി ഇങ്ങനെയൊന്നും സംസാരിക്കില്ല ഏട്ടാ. ജീവിതമായാലും മരണമായാലും അത് നിങ്ങളോടൊപ്പം ആയിരിക്കും. അപ്പോഴൊക്കെ ഇരയിട്ടിട്ട് അങ്ങ് വേട്ടയാടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഇരയ്ക്ക് വേണ്ടി തന്നെ കഷ്ടപ്പെടുന്നു. എന്റേതായിട്ടുള്ളൊരു സമയം വരുമ്പോ എല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യുമ്പോഴോ കണക്കപ്പിള്ളേ. ഉത്തരാങ്കിയുടെ ഭൂമിയിൽ ആണുങ്ങളുടെ തല ചതറണം. ഇവിടെ രക്തപ്പുഴ ഒഴുകണം. പെണ്ണുങ്ങള് കണ്ണീര് കൊണ്ട് എന്റെ കാല് കഴുകണം. അതെങ്ങനെ? രുദ്രയും മലേഷി എവിടെയാണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ. നിന്റെയൊക്കെ കണ്ണീര് വീഴേണ്ടത് ഇവിടെയല്ല, ഞങ്ങളുടെ യജമാനന്റെ കാൽക്കലാണ്. അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങളെയൊക്കെ വിടൂ, അല്ലെങ്കിൽ എല്ലാറ്റിനും അടിച്ച് കൊന്നുകളയും. ഓ ഓടി.